ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 2024 കഴിയാറായി, 2025 തുടങ്ങാറായി. അപ്പോൾ നമ്മുടെ 2024 ഒരു റീക്യാപ്പാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും എന്താണ് വാവച്ചി? സ്വാഗതം. വാവച്ചിയുടെ വായില് ചോക്ലേറ്റ് അതുകൊണ്ട് മിണ്ടാൻ പറ്റിയില്ല അല്ലേ? അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും ഒന്നും കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോണെന്ന് വെച്ചാൽ 2024 എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അതിന് ഞാൻ എന്തൊക്കെ പഠിച്ചു. അതായത് നമ്മൾ കുറേ ഹാബിറ്റ്സും ലെസൺ എല്ലാം പഠിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തൊക്കെ പഠിച്ചു എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ആക്ച്വലി 2024 എനിക്ക് വളരെ വളരെ മോശം വർഷമായിരുന്നു കേട്ടോ. 2023 ഒക്ടോബർ തൊട്ട് തുടങ്ങിയതാണ് എൻ്റെ പ്രശ്നങ്ങൾ. അപ്പം എല്ലാവർക്കും ഉണ്ടാവും ഓരോരോ പ്രശ്നങ്ങൾ ലൈഫിൽ, ഓഫ് കോഴ്സ് കാണും. ലൈഫ് എന്ന് പറയുമ്പം അപ്സ് ആൻഡ് ഡൗൺസ് ആണല്ലോ. അപ്പം ചിലപ്പോൾ നല്ല കാര്യങ്ങൾ സംഭവിക്കാം, ചിലപ്പോൾ ചീത്ത കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷെ നമ്മൾ അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ച ഒരു വർഷമാണ് കേട്ടോ. അതുമാത്രമല്ല, യൂട്യൂബിൽ എനിക്ക് കുറച്ചും കൂടി ആക്റ്റീവ് ആകാൻ പറ്റിയ ഒരു വർഷമായിരുന്നു 2024. കാരണമുണ്ട് എന്തെന്ന് വെച്ചാൽ 2023 തൊട്ട് ഞാൻ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു, പക്ഷേ അത്ര റെഗുലറായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു. കുറച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും, പക്ഷേ 2 ദിവസം ചെയ്യാണ്ടിരിക്കുമ്പോൾ പിന്നെ മടിയാവും. അങ്ങനെ എനിക്ക് പറ്റിയ അബദ്ധമായിരുന്നു 2023. അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് മടിയുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് വീഡിയോ എടുക്കാൻ, പക്ഷെ മടി വന്നു, അതാണ് എനിക്ക് പറ്റിപ്പോയത്. പക്ഷെ അങ്ങനെ അതെ, മടിയുള്ള സമയമായിരുന്നു 2023. ഞാനൊന്ന് സംസാരിച്ചോട്ടെ മോനെ. അപ്പോൾ 2023 ഒക്ടോബറൊക്കെ ആയപ്പോഴത്തേക്കും അച്ഛൻ നഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക്. അപ്പം അതിൻ്റെ കുറച്ച് മാനസികമായി നല്ല ബുദ്ധിമുട്ടായിരുന്നു. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി കുറച്ച് സമയം എടുത്തു എനിക്ക് അതിന് റിക്കവറായിട്ട് വരാനായിട്ട്. ഭയങ്കര ഡിപ്രഷനായിരുന്നു എനിക്ക് ആ സമയം. അത് അനുഭവിച്ചവർക്ക് അറിയാം. നമുക്ക് എത്ര നമുക്കത് എക്സ്പ്ലനേഷൻ ചെയ്താലും അത് എത്രത്തോളം വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു 2023 തൊട്ട് 2024 ഒരു ജാനുവരി, ഫെബ് അതുവരെ ഭയങ്കര പാടായിരുന്നു നമുക്കതൊന്ന് അതിൽ നിന്ന് ഒരു റിയാലിറ്റിയിലോട്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് എന്നെ സഹായിച്ച് സത്യം പറയാറുണ്ടല്ലോ. അപ്പം ഞാൻ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയമായിരുന്നു. അപ്പം നമുക്ക് മാനസികമായിട്ട് തകർന്നിരിക്കുമ്പോൾ നമ്മൾ ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് പുറത്ത് നമുക്ക് അത്ര റിസൾട്ട് കാണിക്കില്ലായിരുന്നു കേട്ടോ, കാണിക്കില്ല സത്യം പറഞ്ഞത്. അപ്പം ഞാൻ 2024 ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് കുറച്ചും കൂടെ ആക്റ്റീവ് ആകാൻ തുടങ്ങിയത്. കാരണം എനിക്ക് അടുത്ത് പോയോ മുമ്പ് കളിച്ചോ. അപ്പം ആക്റ്റീവ് ആകാൻ തുടങ്ങാൻ കാരണം തന്നെ എനിക്കിങ്ങനെ മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പം കുറച്ച് പേര് പറഞ്ഞു എന്നോട്, നീ യൂട്യൂബിൽ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുക. അപ്പം നീ ഒരു കാര്യത്തിൽ ആക്റ്റീവ് ആകുമ്പോൾ നീ ചില കാര്യങ്ങൾ മറക്കൂലോ. ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യന്മാർ അങ്ങനെയാണല്ലോ. നമ്മൾ ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മറന്നോടും, നമ്മൾ അതിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ ശരിക്കും ആക്റ്റീവായി തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് വന്നതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതും. അങ്ങനെ നമ്മൾ യൂട്യൂബറായതും അല്ലേ വാജി? അങ്ങനെ അപ്പോൾ 2024 മോശമാണെങ്കിൽ കൂടെ എനിക്ക് യൂട്യൂബറാകാൻ എന്നെ ഹെൽപ്പ് ചെയ്തൊരു വർഷം കൂടിയായിരുന്നു കേട്ടോ. നീ യൂട്യൂബറാണ് അങ്ങനെ. പക്ഷേ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ലൈഫിൽ. അതൊക്കെ നമ്മൾ എന്താ പറയുക, തരണം ചെയ്യാനായിട്ട് എന്നെ യൂട്യൂബ് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷവും ഒരു സമാധാനവും ഒരു ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് ശരിക്കും അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ, അത് ഞാൻ മനസ്സിലാക്കിയ ഒരു വർഷമായിരുന്നു 2024. അങ്ങനെ അപ്പം പിന്നെ കുറേ പ്രശ്നങ്ങൾ. അപ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഫെബ് വരെയാണ് മാനസികമായിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായത്. പിന്നെ ഞാൻ കുറച്ച് റിക്കവറി ആയി തുടങ്ങി. കാരണം എനിക്ക് മനസ്സിൽ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് കാര്യമില്ല, ഞാൻ തന്നെ എന്നെ റിയാലിറ്റിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കതിനും ഒരു ഇതാകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഓർത്തു ഫോട്ടോ അങ്ങനെ ഞാൻ തന്നെ മുന്നോട്ട് തന്നെ കൊണ്ടുവന്നു കേട്ടോ. അപ്പം മാർച്ചിലൊക്കെ എനിക്ക് കുറച്ച് കുഴപ്പമില്ലായിരുന്നു. മാർച്ച്, ഏപ്രിലൊക്കെ ആകുമ്പോൾ കുറച്ച് ഓക്കെ ആയി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ
വേറെ കുറേ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അതായത് ആരോഗ്യമായ പ്രശ്നങ്ങൾ, എനിക്കല്ല അമ്മയ്ക്ക്. അപ്പം അമ്മ ഓൾറെഡി ഡിപ്രഷനിലൊക്കെ ആയിരുന്നു, അമ്മയും. അപ്പം അമ്മയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു, ഹോസ്പിറ്റലിലായി. ഇങ്ങനെ കുറേ ഡിസംബർ വരെ, അതായത് ഇപ്പം വരെ ആരോഗ്യ പ്രശ്നങ്ങളായിക്കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഹോസ്പിറ്റലും വീടും ഇങ്ങനെ പറഞ്ഞ് നടക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ സത്യം പറയാം, നമുക്ക് വേറെ എന്തുണ്ടെങ്കിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും വീട്ടിൽ ആരോഗ്യമായിട്ട് പ്രശ്നം വന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ തീർന്ന് നമ്മുടെ എല്ലാം നമ്മുടെ ഹാപ്പിനെസ് അതോടെ തീർന്നു കേട്ടോ. പക്ഷെ നമ്മളവിടെ വിട്ട് കളയാൻ പാടില്ല, നമ്മൾ പിടിച്ചു വരണം എന്ന് മനസ്സിലാക്കിയ ഒരു വർഷമായിരുന്നു 2024 അല്ലേ ആജി? സത്യം പറയാൻ ഭയങ്കര പ്രശ്നമായിരുന്നു 2024. അപ്പോൾ അങ്ങനെ ഞാൻ പ്രശ്നങ്ങൾ അധികം ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല, കാരണം എല്ലാവർക്കും പ്രശ്നമുണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ പ്രശ്നം കൂടി പറഞ്ഞ് ശരിയാക്കുന്നില്ല. 2024 കുറേ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ കൂടെ എൻ്റെ ലൈഫിൽ എൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ച ഒരു വർഷമായിരുന്നു 2024. അതുകൊണ്ട് എനിക്ക് 2024 കുറച്ച് സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ ചേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ കുറച്ച് ഹാബിറ്റ്സ് ഞാൻ ചേഞ്ച് ചെയ്തു കേട്ടോ. അതായത് പുതിയ ഹാബിറ്റ്സ് ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഈ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് നാളെ, അതായത് ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് ചെയ്ത ഒരു സംഭവമായിരുന്നു കേട്ടോ. അതിൽ ആദ്യത്തെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു ഇതാണ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്തത്. അതായത് ഞാൻ മൈൻഡ് സെറ്റ് ഫുള്ള് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. അതായത് എങ്ങനെയെന്ന് വെച്ചാൽ, എനിക്ക് വ്ളോഗ്സും ഷോർട്സും അതായത് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയം ആയതുകൊണ്ട് എനിക്കൊരു ഡിഫിക്കൽട്ടായിരുന്നു. ഇതെങ്ങനെ എടുക്കും, എന്നെക്കൊണ്ട് സാധിക്കും എന്നൊരു പ്രശ്നം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനത് മാറ്റിയെടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡായിരുന്നു കേട്ടോ. നീ ഇത് ചെയ്യും, എന്നെക്കൊണ്ട് സാധിക്കും അങ്ങനെ പറഞ്ഞ് എനിക്ക് കുറച്ച് മോട്ടിവേറ്റ് ചെയ്ത് തരും. അങ്ങനെ എല്ലാ ഹെൽപ്പൊക്കെ ചെയ്യുമായിരുന്നു എടുക്കാനായിട്ട്. വാവിച്ച് തത്തയായിട്ട് വന്നിരിക്കുക. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു 2024 മാർച്ച്. അതായത് നമ്മളെ തന്നെ നമ്മുടെ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ വേറെ ആരും വന്ന് നമ്മുടെ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലേ? നമുക്ക് എന്താണോ ലക്ഷ്യം, നമ്മുടെ എയിം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, നല്ല ബോധ്യം ഉണ്ടാകണം. അവിടെ നമ്മൾ എത്താൻ നമ്മൾ എന്തും കഷ്ടപ്പെടണം. അതിനിടയ്ക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് അവിടെ വരെ പോകണോ വേണം, ചിലപ്പോൾ നമുക്ക് മടി വരും, നമുക്ക് വേണ്ട, പകുതി ആകുമ്പോൾ നിർത്തിക്കളയാനൊക്കെ തോന്നും. എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഓർക്കും ഇന്ന് ഞാൻ ചിലപ്പോൾ വീഡിയോ ഇടും, ചിലപ്പോൾ സെക്കൻഡ് എനിക്ക് വീഡിയോ ഇടാനായിട്ട് മടിയായിരിക്കും. വേണോ, ആൾക്കാരെന്ത് വിചാരിക്കും, വേണോ, ഈ വീഡിയോ ഇട്ടാൽ ആൾക്കാരെന്ത് വിചാരിക്കും, അങ്ങനെ കുറേ തോട്ട്സ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ആ തോട്ട്സ് ഞാൻ അങ്ങ് തൂക്കിയെടുത്ത് കളഞ്ഞു. അതിന് ശേഷമാണ് എനിക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടാനായിട്ട് പോലും എനിക്ക് തോന്നിയത്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് മറ്റുള്ളവർ നമ്മൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് ആദ്യം യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, എനിക്കിത് ഇട്ടിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരും, ആൾക്കാരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ കുറേ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞ ഒരു വർഷമാട്ടോ 2024. കാരണം കുറേ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ കൂടെ നടന്നു. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലെത്താൻ വേണ്ടി കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ കളഞ്ഞില്ലെങ്കിൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. സോ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എൻ്റെ വളരെ ഒരു നല്ല ഹാബിറ്റായിരുന്നു കേട്ടോ. ഞാൻ അത് ചേഞ്ച് ആക്കിയത്. സോ നമുക്ക് ഫിസിക്കലായിട്ട് നമ്മൾ നല്ലതാണെങ്കിൽ കൂടെ നമ്മൾ മെൻ്റലി ഡൗൺ ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ മെൻ്റലി നമ്മൾ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പഠിച്ച ഒരു പാഠം. പിന്നെ രണ്ടാമത്തെ സംഭവം ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ്. അതായത് ഞാൻ ഉറക്കം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് മാനസികമായിട്ട് നമ്മൾ തകർന്നിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം നമുക്ക് കറക്റ്റായിട്ട് വരത്തില്ല. അതൊന്നാമത്തെ കാര്യം. ഓവർ തിങ്കിങ് ആയിരുന്നു കേട്ടോ. രാവിലെ എങ്ങനെയെങ്കിലേക്ക് ഞാൻ ഇങ്ങനെ പോകും, പക്ഷെ രാത്രി ആകുമ്പോൾ കിടക്കാൻ നേരത്ത് മൈൻഡിൽ ഓവർ തിങ്കിങ് വന്നുകൊണ്ടേയിരിക്കും. ഈ ഓവർ തിങ്കിങ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ബ്രെയിൻ ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുക. നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഉറക്കം പോകും, നമ്മുടെ എനർജി പോകും.
ഓവർ തിങ്കിങ് വരുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ട് പ്രശ്നം പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പം ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയ വർഷമാണ് 2024. പക്ഷേ നമുക്ക് അതിന് മുന്നേ എനിക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോ ദിവസവും ഓരോ വർഷവും ഇങ്ങനെ പോകുമ്പോൾ മനസ്സല്ലേ മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഉറക്കവും അതുപോലെ മാറും. അപ്പം എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഉറങ്ങാനൊക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉറക്കത്തിന്. എങ്ങനെ ഞാനത് മാറ്റിയെടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ സെൽഫ് കെയർ ഞാൻ കൊണ്ടുവന്നു. അതായത് സെൽഫ് കെയറിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഒന്ന് ജിമ്മിൽ പോവാം. അതായത് നമുക്ക് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫിസിക്കലായിട്ട് നമുക്കൊരു എനർജി വരും. പിന്നെ മാനസികമായിട്ട് അത് കുറച്ച് കുറഞ്ഞു വരും. സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും ഫോക്കസ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ സെൽഫ് കെയറിൽ അത് ഞാൻ കൊണ്ടുവന്ന ഒരു സംഭവമാണ് ജിമ്മിൽ പോകുന്നത്. അത് കഴിഞ്ഞ് ചില സമയത്ത് എനിക്ക് യോഗ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അപ്പം യോഗയൊക്കെ ചെയ്യും. അങ്ങനെ ഉറക്കം കിട്ടാണ്ടിരുന്നപ്പം ഞാൻ പതുക്കെ സെൽഫ് കെയറിലോട്ട് ചാടി. അങ്ങനെയാണ് സെൽഫ് കെയറിൽ എനിക്ക് കുറേ മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ച. ഉറക്കം എനിക്ക് പിന്നെ കറക്റ്റ് സമയത്ത് കിടന്നുറങ്ങാൻ നമ്മൾ ശീലിച്ചു. അപ്പം കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ കിടക്കുവാണെങ്കിൽ ബാക്കിയൊക്കെ പെർഫെക്റ്റായി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്കും അത് ഒറ്റയടിക്കൊന്നും സംഭവിക്കില്ല, കുറച്ച് സമയം എടുത്തു ഇത് എനിക്ക് ചെയ്യാനായിട്ട്. അപ്പം ഒരു ഏപ്രിൽ തൊട്ട് തുടങ്ങി, ഏപ്രിൽ മെയ് ഓഗസ്റ്റൊക്കെ ആയപ്പോഴാണ് അതിലൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഏപ്രിൽ കഴിഞ്ഞ് ഒക്ടോബറൊക്കെ ആയി തോന്നുന്നു എനിക്ക് കുറച്ചൊരു ഹാബിറ്റ്സ് കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട്. അതങ്ങനെ ആയിരിക്കുമല്ലോ, കാരണം പെട്ടെന്ന് നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അപ്പം ആദ്യം ഞാൻ പഠിച്ചത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്, പിന്നെ രണ്ടാമത്തത് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയൊരു വർഷം, മൂന്നാമത്തത് സെൽഫ് കെയർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഉറക്കവും എല്ലാം സംഭവിക്കാൻ എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ അടുത്തത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ, റിലേഷൻഷിപ്സ്. ബിൽഡിങ് റിലേഷൻഷിപ്സ്. അതായത് നമുക്കിഷ്ടമുള്ള ആൾക്കാർ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആകാം, നമ്മുടെ സിബ്ലിങ്സ് ആകാം, പേരൻസ് ആകാം, ആരുമെങ്കിലും ആയിക്കോട്ടെ, അവരായിട്ടുള്ള ഒരു ഡെയിലി കോൺവെർസേഷൻ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും. എനിക്ക് കുറേ പേരുണ്ട് അങ്ങനെ. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് കസിൻ ഉണ്ട്, പേരൻസ്, ഹസ്ബൻഡ്. അപ്പം ഇവരാരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഡെയിലി ആരുടെയെങ്കിലും ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് എനർജി കിട്ടും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഷെയർ ചെയ്യുമ്പം അവർ നമുക്ക് കുറച്ച് ടിപ്സ് തരും, ഇതൊക്കെ ചെയ്ത് നോക്ക്, അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എനർജി കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ഫീലാണ് കിട്ടുന്നത്. പിന്നെ അടുത്തൊരു സംഭവമാണ് നോ പറയാൻ പഠിക്കണം. നോ പറയാൻ നമ്മൾ പഠിക്കുവാണെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ നമുക്ക് സോൾവ് ആണ്, അല്ലേ? ഇപ്പം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവരോട് നമുക്ക് എങ്ങനെ നമ്മൾ നോ പറയും? നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും? അവർക്ക് വിഷമാകും, നമുക്കും വിഷമാകും എന്നോർത്തിരുന്നാൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സോ നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറയുകയാണെങ്കിൽ അതവിടെ തീർന്നു. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് പ്രശ്നങ്ങളായി, അയ്യോ ഉറക്കമില്ല, അതില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളോട് നമ്മൾ ചാടും. സോ നമുക്ക് നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറയാൻ പഠിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ പകുതി പ്രോബ്ലംസ് അവിടെ തീരും. നമുക്ക് നെഗറ്റീവ് അടിക്കേണ്ട, നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് എന്തും ചെയ്യാം. നെക്സ്റ്റ് ഞാൻ കൊണ്ടുവന്ന ഒരു മാറ്റം കേട്ടോ, ഹെൽത്തി ഡയറ്റ്. അതായത് ഹെൽത്തി ഡയറ്റിൽ ഞാൻ എങ്ങനെ മാറ്റം കൊണ്ടുവന്നെന്ന് വെച്ചാൽ, ഞാൻ കുറേ ചോറ് കഴിക്കുകയാണ്. അതായത് ഉച്ചയ്ക്കും രാത്രിയും ചോറ് കിട്ടിയെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അതൊക്കെ കുറച്ച് മാറ്റം കൊണ്ടുവന്ന ഒരു വർഷമായിരുന്നു 2024. അപ്പം ഇത് മാറ്റം കൊണ്ടുവന്നത് മാർച്ച് കഴിഞ്ഞിട്ട്, അതായത് ജൂലൈ ആണെന്ന് തോന്നുന്നു. ജൂലൈ ഒക്കെ ആ സമയത്താണ് ഞാനത് ഹെൽത്തി ഡയറ്റ് ഒന്ന് ജമ്പ് ചെയ്തത് കേട്ടോ, ഹെൽത്തി ഡയറ്റിലോട്ട്. അപ്പോൾ ഹെൽത്തി ഡയറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കുറേ വെജിറ്റബിൾസും കുറേ ഫ്രൂട്ട്സും ഫൈബറും ഡയറി പ്രൊഡക്ട്സൊക്കെ കൂടുതൽ കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അതായിരുന്നു. പിന്നെ കറക്റ്റ് സമയത്ത് രാവിലെയും ഉച്ചയ്ക്കും ഡിന്നറും ഒക്കെ കറക്റ്റ് സമയത്ത് സമയം ഫോളോ ചെയ്യാൻ തുടങ്ങി.
അതായത് ഡിന്നർ ഞാൻ 10, 9 അങ്ങനെയൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു. പക്ഷെ അത് ഒരു മാക്സിമം ഒരു 7:30, 8-നുള്ളിൽ ഞാൻ കഴിക്കാനായിട്ട് ശ്രമിച്ചു. കാരണം നമ്മൾ ഡിന്നർ കഴിക്കുമ്പം നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഫുഡ് കഴിച്ചതൊക്കെ കുറച്ച് ഡൈജസ്റ്റ് ആകണം എന്നൊരു ശീലം ഞാൻ കൊണ്ടുവന്നു കേട്ടോ. വാവച്ചിക്ക് ഇപ്പം അങ്ങനെ ചെയ്യണം. വാവച്ചിക്ക് അങ്ങനെ ചെയ്യണം അങ്ങനെ. അപ്പോൾ അതാണ് ഹെൽത്തി ഡയറ്റിലൂടെ ഞാൻ ജമ്പ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം നമ്മൾ ഡയറ്റ് നമ്മൾ നന്നായിട്ട് നല്ല ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഇല്ലാണ്ടായി പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കേട്ടോ. അപ്പം ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ ചോറ് ഞാൻ കുറച്ചു. ബാക്കി എല്ലാ ഫുഡും കഴിക്കാം, പക്ഷെ എല്ലാം മിതമായിട്ട് ആണ് ഞാൻ മാറ്റിയത്. കാരണം എണ്ണ പലഹാരങ്ങളും ഫ്രൈ ചെയ്ത ഐറ്റംസ് ഇല്ലേ, മീൻ, ചിക്കൻ, അതൊക്കെ പാടെ ഒഴിവാക്കി അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നു എൻ്റെ ലൈഫിൽ അല്ലപ്പാ. അതാണ് സംഭവം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്കിങ്ങനെ മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തായാലും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കും, ഉറപ്പാണ്. കാരണം എനിക്ക് നടക്കുന്നുണ്ട്. ശരി, എന്താണ്? വരാം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ, നെഗറ്റീവ് പീപ്പിൾ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, ഉണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കി കളയണം. അങ്ങനെ നെഗറ്റീവ് പീപ്പിൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മൾ ഒഴിവാക്കി കളയുകയാണെങ്കിൽ നമുക്കെല്ലാം സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഞാൻ അധികം നീട്ടുന്നില്ല. കാരണം 2024 എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നു, അത് ശരിക്കും നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് നമുക്കത് കിട്ടും, ഉറപ്പാണ്. നമ്മുടെ റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. അപ്പം നിങ്ങളും എന്തെങ്കിലും പോസിറ്റീവായിട്ട് ഹാബിറ്റ്സ് എന്താ ചേഞ്ച് ആക്കി നോക്കൂ. എല്ലാം കറക്റ്റായിട്ട് കിട്ടും. ലൈഫിൽ എന്തായാലും പ്രശ്നങ്ങളും നല്ല കാര്യങ്ങളും സംഭവിക്കും. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തരണം ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയത് മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തൊന്നുമില്ല എന്നെനിക്ക് മനസ്സിലാക്കി തന്ന 2024 2025 നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല വാച്ചി? ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ എല്ലാവർക്കും ക്രിസ്മസ് കഴിഞ്ഞ് ഹാപ്പി ക്രിസ്മസ് കഴിഞ്ഞ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.